താൻ ഇരിക്കുന്ന കുടീരത്തിലും കാട്ടിലുമെല്ലാമായി ആ മൺപ്രതിമയെ പൂജിച്ചുകൊണ്ട് ആ കുട്ടി സ്വയം വിദ്യ അഭ്യസിക്കാൻ തുടങ്ങി. അരണ്യമനുസംപ്രാപ്യ കൃത്വാ ദ്രോണം മഹീമയം തസ്മിന്നാചാര്യവൃത്തിം ച പരമാമാസ്ഥിതസ്തദാ വിശ്വസ്ത്രേ യോഗമാദസ്തേ പരം നിയമമാസ്ഥിതഃ. തസ്മിൻ ആചാര്യവൃത്തിം ച പരമാം ആസ്ഥിതസ്തദാ. എന്താ ഇതിനർത്ഥം? കേൾക്കണം നിങ്ങളെല്ലാവരും. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നു, എന്നെ ശിഷ്യനായി സ്വീകരിക്കണം, എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് തരപ്പെടില്ല എന്ന് പറഞ്ഞു, തിരസ്കരിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ദേഷ്യപ്പെട്ടോ കോപിച്ചോ കയർത്തോ പോവല്ല ചെയ്ത്, കാക്കൽ വീണ് നമസ്കരിച്ചു. എന്ത് ഉദ്ദേശത്തോടു കൂടി വന്നുവോ ആ ഉദ്ദേശം ബലി കഴിച്ചില്ല. എന്ത് മനോഭാവത്തോടു കൂടി ആചാര്യനെ സമീപിച്ചോ ആ മനോഭാവത്തിനും ഒരു മാറ്റം വന്നില്ല. മണ്ണുകൊണ്ടൊരു പ്രതിമയുണ്ടാക്കി തൻ്റെ അടുത്ത് വെച്ച് അങ്ങേ അറ്റത്തെ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി, കൂറോടുകൂടി, ആശ്രയബുദ്ധിയോടുകൂടി സ്വയം അസ്ത്രം അഭ്യസിക്കാൻ പുറപ്പെട്ടു അത്രേ. വിശ്വസ്ത്രേ യോഗമാദസ്തേ പരം നിയമമാസ്ഥിത. ദ്രോണാചാര്യരുടെ അടുത്ത് പോയി അദ്ദേഹം പഠിപ്പിക്കുന്ന സമയത്ത് എത്ര സ്നേഹവും ബഹുമാനവും ആദരവും ശുശ്രൂഷയും മാത്രമല്ല വ്യഗ്രതയും ഉണ്ടാവുമോ, അതിനെ കവച്ചു വയ്ക്കുന്ന ഗുണവിശേഷങ്ങളോടുകൂടിയാണ് മൺപ്രതിമയുടെ മുൻപിൽ തൻ്റെ എല്ലാ ഭക്തിയും ശ്രദ്ധയും കൂറും കടപ്പാടും കാണിച്ചുകൊണ്ട് ആ കുട്ടി വിദ്യ അഭ്യസിക്കാൻ പുറപ്പെട്ടത്. പരം നിയമമാസ്ഥിത എന്നാ പറയണത്. ഗുരുവിൻ്റെ അടുത്ത് അങ്ങേയറ്റത്ത് ഗുരുഭക്തി ദ്രോണൻ്റെ അടുത്ത്. അതേ സമയത്തോ വേണ്ടത്ര അനുശാസനം, ഡിസിപ്ലിൻ, അച്ചടക്കം. പരയാ ശ്രദ്ധയോപേതോ യോഗേന പരമേണ ച വിമോക്ഷാദാനസന്ധാനേ ലഘുത്വം പരമാപസഃ. നോക്കൂ, അമ്പും വില്ലും എല്ലാവർക്കും ഒരുപോലെ തുല്യ, കൈവിരലും എണ്ണം കൊണ്ട് ശരിയാ. പക്ഷെ ഈ അമ്പും വില്ലും എടുത്ത് കൈവിരൽ കൊണ്ട് പ്രയോഗിക്കുന്ന സമയത്ത് ആ പ്രയോഗിക്കുന്ന സമയത്ത് മനസ്സാണല്ലോ അതിൽ പ്രധാനം. ആ മനസ്സിനെ ഗുണവീര്യ സമ്പന്നമാക്കുന്നത് എന്താ? ആ മനസ്സിൽ ഉയർന്നു വരുന്ന ഭാവങ്ങളാണ്. അവിടെയാണ് ഈ ഏകലവ്യൻ്റെ മഹത്വം. ആ കുട്ടിക്ക് ദ്രോണാചാര്യൻ എന്നെ തിരസ്കരിച്ചല്ലോ എന്ന് പറഞ്ഞ് സങ്കടമല്ല വന്നത്. ഗോപസ്ത്രീകളെ വിട്ട് കൃഷ്ണൻ പോയപ്പോൾ ആ കൃഷ്ണനെ കാണാൻ പറ്റാതെ ആയപ്പോൾ ഗോപസ്ത്രീകളുടെ മനസ്സിൽ കൃഷ്ണനോടുള്ള സ്നേഹവും ഭക്തിയും 1,10,000 ഇരട്ടി വർദ്ധിക്കുക ചെയ്തത്. അതുപോലെ ഏകലവ്യൻ്റെ മനസ്സിൽ ദ്രോണനോടുള്ള ആഭിമുഖ്യം, അദ്ദേഹത്തിനോടുള്ള ഭക്തി, സ്നേഹം, ആദരവ്, കൂറ്, കടപ്പാട്. അയ്യോ, അദ്ദേഹം എന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം ഇപ്പോൾ ദൂരത്താണ്, അതുകൊണ്ട് ഞാൻ പ്രതിമയുണ്ടാക്കി വച്ചിരിക്കുന്നു. നേരിട്ടിരുന്നാൽ എന്നെ പഠിപ്പിക്കാൻ പറ്റാത്ത ആ ആചാര്യൻ, അദ്ദേഹത്തിന് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വേണ്ടിയോടുകൂടി, ഉത്കണ്ഠയോടുകൂടി, ഭക്തിയോടുകൂടി അങ്ങോട്ട് അഭ്യസിക്കാൻ തുടങ്ങിയത്രേ. ഞാൻ ഇനിയൊരു ഗുരുവിനെ തേടില്ല, എൻ്റെ മനസ്സിൽ ഒരൊറ്റ ഗുരുവേ ഉള്ളൂ, ഏകഭക്തിയാണ്. അപ്പം അദ്ദേഹം തിരസ്കരിച്ചത് ദ്രോണന്റെ സാമീപ്യം കൂടുതൽ അനുഭവപ്പെടാൻ സഹായമായി തീർന്നു, ഗോപസ്ത്രീകൾക്ക് എന്നതുപോലെ. പരയാ ശ്രദ്ധയോപേത, അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി, യോഗേന പരമേണ ച. യോഗം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒരു ഭാഗത്ത്, വായ ഒരു ഭാഗത്ത്, മനസ്സും ബുദ്ധിയും ഉള്ളില്, ഈ നാലും ഒരുപോലെ അച്ചടക്കത്തോടുകൂടി ചേർന്ന് സംയുക്തമായി പെരുമാറുന്നതാണ് യോഗം. അങ്ങനെ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം ഒരുപോലെ യോജിപ്പിച്ച് പരമേണ യോഗേന ച വിമോക്ഷ ആദാനസന്ധാനേ ലഘുത്വം പരമാപസഃ. ശരങ്ങളെടുത്ത് വില്ലിൽ വയ്ക്കാനും തൊടുക്കാനും എത്രയൊക്കെ വേഗതയിൽ തൊടുക്കണോ, വിഭിന്ന ലക്ഷ്യങ്ങളിലേക്ക് പോലും ഒരുമിച്ച് തൊടുക്കാൻ പറ്റിയ തരത്തിൽ ലാഘവത്തോടു കൂടിയുള്ള അസ്ത്രശസ്ത്ര പ്രയോഗ പ്രാവീണ്യം കരസ്ഥമാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദ്രോണാചാര്യരെ കൂടെ നിന്ന് പഠിച്ചാൽ ഒരു പക്ഷേ ഇത്ര പ്രാവീണ്യം തനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾ വിദൂരമായി പോയല്ലോ. അപ്പം മനസ്സിന് ആ വിദൂരതയെ കവച്ചു വെച്ചുകൊണ്ട് ദ്രോണ സാന്നിധ്യം ഉള്ളിൽ ജനിപ്പിക്കേണ്ടി വന്നു. ആ ജനിപ്പിച്ചതിൻ്റെ ഫലമായി എന്തായി? ഏകലവ്യൻ്റെ പഠിപ്പ് ഗംഭീരമായി, മഹത്തായി, ഫലപ്രദമായി. ഒരു ദിവസം
ദ്രോണന്റെ അനുജ്ഞയോടുകൂടി കൗരവ പാണ്ഡവന്മാരെല്ലാവരും കൂടി നായാട്ടിന് പോയി. പോകുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു നായും ഉണ്ടായിരുന്നു. സാധാരണ നായാട്ടിന് പോകുമ്പോൾ നായെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. ആ നായുണ്ട് കൂടെ. അവർ നായാടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നായ അവിടെയൊക്കെ പോവുമല്ലോ, അത് അവരുടെ ഇഷ്ടപ്രകാരം ഓടി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോവുമല്ലോ. തേഷാം വിചരതാം തത്ര തത്തത് കർമ്മചികീർഷയ ശ്വാചരൻ സ വനേ മൂഢോ നൈഷാദിം പ്രതിജഗ്മിവാൻ. തേഷാം വിചരതാം തത്ര തത്തത് കർമ്മചികീർഷയ. അവിടെ പോയി ഈ രാജകുമാരന്മാരെല്ലാവരും പലയിടത്തും അവരുടെ ഇഷ്ടത്തിന് ഇത് നന്നായി പിടിച്ചു, ഇതൊരു തടാകമുണ്ട്, അവിടെ ഒരു കുളമുണ്ട്, ഈ മരത്തിൻ്റെ കായ നല്ലത്, പൂവ് നല്ലത്, ഇവിടെ നാം മൃഗങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ വഴിക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. നായ എന്ത് ചെയ്തു? നായും തൻ്റെ ഇഷ്ടത്തിനൊരു സഞ്ചാരത്തിന് പുറപ്പെട്ടു. ശ്വാചരൻ സവനേ മൂഢോ നൈഷാദിം പ്രതിജഗ്മവാൻ. അങ്ങനെ ചെന്നു പെട്ടപ്പോൾ നായയ്ക്കൊരു പുതിയ ദൃശ്യം. എന്താ ഈ പുതിയ ദൃശ്യം? ഇതേവരെ കണ്ടു പരിചയിച്ചിട്ടുള്ളതൊക്കെ രാജകുമാരന്മാരാ. അവരുടെ വസ്ത്രം വേഷവിധാനമൊക്കെ ഒന്ന് വേറെയാ. ഇത് പോയപ്പോഴോ പുതിയ ഒരാൾ. ആ ആളുടെ വേഷവും സമ്പ്രദായവും സകൃഷ്ണം മലദിഗ്ധാംഗം കൃഷ്ണാജിന ജടാധരം നൈഷാദിം ശ്വാസമാലക്ഷ്യ ഭഷം സ്തസ്ഥൗ തദന്തികേ. ഈ കണ്ട ആളുണ്ടല്ലോ, എങ്ങനത്തെ ആളാ? രാജകുമാരന്മാരുടെ വേഷവിധാനമൊന്നുമില്ല, കുളി അങ്ങനെ വെടുപ്പ് വൃത്തി സോപ്പ് ചീർപ്പ് അതൊന്നുമില്ല. സകൃഷ്ണം മലദിഗ്ധാംഗം, കണ്ടാൽ കറുത്ത നിറ, മേല് മുഴുവനും ചളി പുരണ്ടിട്ടുണ്ട്. കൃഷ്ണാജിന ജടാധരം, ഷെയ്വൊന്നും ചെയ്യണില്ല, മുടി അറക്കണില്ല, ജട പിരിച്ചിരിക്കുകയാണ്. കൃഷ്ണാജിനം, മൃഗങ്ങളുടെ തോല ഉടുത്തിരിക്കണത്. നൈഷാദിം ശ്വാസമാലക്ഷ്യ. അങ്ങനെയുള്ള ഒരു വേഷധാരിയെ കണ്ടപ്പോൾ പട്ടി എന്താ ചെയ്യുക? ഒന്നിലോ സ്നേഹത്തോടു കൂടി അടുത്ത് വന്ന് അങ്ങനെ കൂടും, അതല്ലെങ്കിലോ കുരയ്ക്കും. അതാണല്ലോ പട്ടികളുടെ സ്വഭാവം. സമാലക്ഷ്യ ഭഷം സ്തസ്ഥൗ തദന്തികേ. ആ ആളുടെ അടുത്ത് ചെന്ന് കുരച്ചുകൊണ്ട് അവിടെയാ നിന്നു. ഇതെന്താത്? ഞാൻ രാജകുമാരന്മാരുടെ കൂടെ വന്നിരിക്കുകയാണ്, നായാട്ടിന് സ്വച്ഛന്തം വിഹരിക്കുകയാണ്, അതിൻ്റെ മുൻപിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരു പുതുവേഷം വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുരയ്ക്കണ രൂപത്തിൽ ഒരു പ്രതികരണം പുറപ്പെടുവിച്ചു. തദാ തസ്യാധ ഭഷതഃ ശുനഃ സപ്തശരാൻ മുഖേ ലാഘവം ദർശയന്നസ്ത്രേ മുമോച യുഗപദ്യഥാ. പൊടി പൊട്ടിച്ചു, നായ്ക്ക് പഴച്ചു. എന്താ പഴച്ചത്? ഒരു പട്ടി കുരയ്ക്കുമ്പോൾ എന്താ എല്ലാവരുടെയും വിചാരം? അത് വന്ന് നമ്മളെ ആക്രമിക്കും, കടിക്കുന്ന. അപ്പം കടിക്കുന്നവരെ മിണ്ടാതിരിക്കുമോ? സാധാരണക്കാരൊരു കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ ഒരു വടി കൊണ്ടുപോകും. സാധാരണ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കടിക്കണ പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നാടൻ ഭാഷയിൽ എന്താ പറയുക? അതിന് ഏറ്റവും വലിയ ഡിഫൻസ് എന്താണത്രേ? ഇല്ലിപ്പൊട്ടിലുണ്ടല്ലോ മുള, അതിൽ നല്ല മുളയും അങ്ങനെ പക്കപാർശ്വങ്ങളുള്ള ആ ഒരു സാധനം, ഒരു കമ്പ് കയ്യിൽ വയ്ക്കുക. മുളയുടെ ആ മുളയുള്ള കൊമ്പുണ്ടല്ലോ, അത് കയ്യിൽ വെച്ച് പട്ടി വരുമ്പോൾ നല്ല വീക്ക് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു മുള്ള അതിൽ കൊല്ലാണ്ടിരിക്കില്ല. സാധാരണ ഈ പട്ടി അടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു വടി കൊണ്ട് അടിച്ചാൽ അതിൻ്റെ മേല് കൊള്ളില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മെയ് സ്വാധീനത്തിൽ മാറിക്കളയും. ഇത് മുള്ളുള്ളത് പക്കായിട്ട് മുള്ളുള്ളത് കൊണ്ട് അടിക്കുക എന്നാ പറയുക. അപ്പോൾ പട്ടിയെ കണ്ട ആരും കുരച്ചാൽ മിണ്ടാതെ ഇരിക്കാറില്ല, അതിനോട് സ്നേഹം ദീക്ഷിക്കാൻ പോവാറില്ല. അപ്പം എന്തു ചെയ്തു? തദാ തസ്യാധ ഭഷതഃ ശുനഃ സപ്തശരാൻമുഖേ. സപ്തശരാൻമുഖേ ലാഘവം ദർശയന്നസ്ത്രേ മുമോച യുഗപദ്യഥ. 7 അസ്ത്രം ഒരുമിച്ച് ഞാണിൽ വെച്ച് ഠപ്പ് അങ്ങോട്ട് വിട്ടു അത്രേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? പട്ടി ഇങ്ങനെ ബക് 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 ഇങ്ങനെയല്ലേ കുരയ്ക്കുക. ആ കുരയ്ക്കുന്ന സമയത്ത് ആ കുരയ്ക്കുമ്പോൾ മാത്രമേ ഈ ചുണ്ട് അകന്നിരിക്കുള്ളൂ. പക് പക് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിൻ്റെ ഇടയിൽ വേണം ഈ അസ്ത്രം പ്രയോഗിക്കാൻ. ഈ കുട്ടി എന്ത് ചെയ്തു അത്രേ? 7 അസ്ത്രം ഒരുമിച്ച് പ്രയോഗിച്ച് ആ കുരയ്ക്കുന്ന പട്ടിയുടെ വായയുടെ ഉള്ളിൽ തറച്ചങ്ങോട്ട് നിന്നു. അത് ഒരു പട്ടിയുടെ മുഖത്ത് നോക്കി കൊരയുടെ ഇടയിൽ അസ്ത്രം പ്രയോഗിച്ച് വായയുടെ ഉള്ളിൽ ചെന്ന് തറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉപായപ്പെട്ട സാമർഥ്യവും കണ്ണും മെയ്യും കയ്യുമാണോ അത്? തഥാ തസ്യാധ ഭഷതഃ ശുനഃ സപ്തശരാൻമുഖേ ലാഘവം ദർശയന്നസ്ത്രേ മുമോച യുഗപദ്യഥ. ഒരുമിച്ചാ തൊടുത്തത് ഈ 7 എണ്ണം.
ഒറ്റ പോക്കിൽ കഴിഞ്ഞു. സതു ശ്വ ശരപൂർണാസ്യ പാണ്ഡവാൻ ആജഗാമഹ തം ദൃഷ്ട്വാ പാണ്ഡവാ വീരാः പരം വിസ്മയമാഗതാः. തൊടുത്തത് എന്താ? ശരങ്ങളാണ്. ആ 7 ശരം വായുടെ ഉള്ളിൽ പോയാൽ പിന്നെ കുറയ്ക്കാൻ പറ്റുമോ പട്ടിക്ക്? ആ പട്ടി അങ്ങനെ അതും കൊണ്ടുപോയി പാണ്ഡവന്മാരുടെ അടുക്കിലേക്ക്. അവരുടെ കൂടെയാണല്ലോ വന്നത്. അവരത് കണ്ടപ്പോ വാ, പട്ടിയോടുള്ള സഹതാപം ഒരു ഭാഗത്ത്, അതവിടെ ഇരിക്കട്ടെ, സഹതാപത്തിലേറെ ഒരു കുരയ്ക്കണ പട്ടിയുടെ വായുടെ ഉള്ളില് എങ്ങനെയാടാപ്പാ 7 ശരം? ആരാ അത് തൊടുത്തത്? പട്ടി ഇങ്ങനെ കുരയ്ക്കണു, കുരയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ ശരം 7 എണ്ണം. ഇത് ആരാത്? ഇങ്ങനെ ഒരു മഹത്കൃത്യം ചെയ്യേ നമുക്ക് വിചാരിക്കാനും കൂടി പറ്റില്ലല്ലോ. നമ്മളൊക്കെ അസ്ത്രശസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ്. ദ്രോണാചാര്യനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ആ പഠിപ്പ് കണ്ടിട്ട് എത്ര മഹാരാജാക്കന്മാർ ഇവിടെ വന്നു കൂടിയിരിക്കുന്നു. അപ്പൊ ഇതിലധികം ഒരു അസ്ത്രശസ്ത്ര വിദ്യ ആർക്കുണ്ടാവും? ആരാണ് പഠിപ്പിക്കുക? അതേ സമയത്ത് നമ്മൾക്കൊക്കെ അത്യത്ഭുതം, അവിശ്വസനീയമാം വിധം ഇതൊരാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല. ഒരു പട്ടി കുരയ്ക്കുമ്പോൾ ഒരു വീരയോദ്ധാവ് അസ്ത്രസാമർഥ്യം കൊണ്ട് ആ കുരയ്ക്കുന്ന പട്ടിയുടെ വായിൽ 7 അമ്പ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കില്ല. വിശ്വാസത്തിന്റെ ചോദ്യമില്ല. പട്ടി നമ്മുടെ മുമ്പിലുണ്ട് നായ. തം ദൃഷ്ട്വാ പാണ്ഡവാ വീരാः പരം വിസ്മയമാഗതാः. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര വലിയ ഒരു വിസ്മയമായി പോയി. ലാഘവം ശബ്ദവേദിത്വം ദൃഷ്ട്വാ തത്പരമം തദാ പ്രേക്ഷ്യതം വ്രീഡിതാശ്ചാസൻ പ്രശശംസുശ്ച സർവശഃ. ലാഘവം ശബ്ദവേദിത്വം ദൃഷ്ട്വാ തത് പരമം തദാ. അവര് അസ്ത്രശസ്ത്ര നിപുണന്മാരാണല്ലോ. ഈ നായ 7 അസ്ത്രവും കൊണ്ട് മുൻപിൽ വന്നങ്ങോട്ട് നിന്നപ്പോൾ അവർക്ക് പരോക്ഷമായി ചിന്തിക്കാൻ സാധിച്ചു, എടാ അപ്പ, ഇത് ആരാ ഇത് തൊടുത്തിട്ടുണ്ടാവുക? ഇത് ഉപായപ്പെട്ട ലാഘവമാണോ? ഉപായപ്പെട്ട സാമർഥ്യമാണോ? പ്രേക്ഷ്യതം വ്രീഡിതാശ്ചാസൻ. സ്വയം അവർക്ക് വല്ലാത്ത ലജ്ജ തോന്നി. നമ്മളെ കൊണ്ട് പറ്റില്ല ഈ കാര്യം. അതേ സമയത്ത് ഇത് ആര് ചെയ്തുവോ? പ്രശശംസുശ്ച സർവശഃ. അദ്ദേഹത്തിന് മുക്തകണ്ഠം സ്തുതിക്കാതെ ഒരു നിവൃത്തിയുമില്ല. എവിടെ മഹാന്മാര് മഹത്വം കാണുന്നുവോ, കൂടുതൽ മഹത്വം കാണുന്നുവോ, അതിനെ ആസ്വദിക്കാതെയും അനുമോദിക്കാതെയും പറ്റില്ല. അതാണ് നല്ല ലക്ഷണം. പ്രേക്ഷ്യതം വ്രീഡിതാശ്ചാസൻ പ്രശശംസുശ്ച സർവശഃ. തം തതോ അന്വേഷമാണാസ്തേ വനേ വനനിവാസിനം ദദൃശുഃ പാണ്ഡവാരാജൻ അസ്യന്തമനിശം ശരാൻ. തം തതോ അന്വേഷമാണാസ്തേ. ആഫ്റ്റർ ആൾ എന്ത് പറഞ്ഞാലും ഒരു നായ നമ്മുടെ കൂടെ വന്നിരുന്നതാ. ആ നായ അങ്ങനെ ഓടിപ്പോയിട്ടുണ്ടാവും. നമ്മളെ വിട്ട് ഈ നായ പോവില്ല. നമ്മുടെ ചുറ്റുപാടേ ഉണ്ടാവുള്ളൂ. കുറച്ച് സ്ഥലം അങ്ങോട്ട് അകന്നു പോയിട്ടുണ്ടാവും. 1/2 കിലോമീറ്ററോ 3/4 കിലോമീറ്ററോ അത്രയേ ഉള്ളൂ. അപ്പൊ ആരാണ് ഈ കേമൻ എന്ന് കണ്ടുപിടിക്കാൻ ഒരു വിഷമല്ല എന്ന് പറഞ്ഞ് തം തതോ അന്വേഷമാണാസ്തേ. ആ ആളെ അന്വേഷിച്ച് വനേ വനനിവാസിനം. അദ്ദേഹം അടുത്ത പരിസരത്ത് എവിടെയോ വനത്തിലെ വനനിവാസിയായിട്ടുള്ളവനാവണം എന്ന് വിചാരിച്ച് ദദൃശുഃ പാണ്ഡവാരാജൻ അസ്യന്തം അനിശംശരാൻ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവര് ഈ ഏകലവ്യനെ കണ്ടു. നോക്കുന്ന സമയത്ത് ആ കുട്ടി അസ്ത്രം പ്രയോഗിച്ചുകൊണ്ടായിരിക്കണത്. അർജുനൻ എങ്ങനെയാ രാത്രിയും കൂടി അസ്ത്രം പ്രയോഗിച്ചു എന്നാ പറയണത്. ഈ കുട്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ അസ്ത്രം അങ്ങനെ തൊടുത്ത് പരിശീലിക്കുക. അസ്യന്തം അനിശംശരാൻ. അത് ഒരു ശരമല്ല, ഒന്നിലധികം ശരങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി, ഒരേ വില്ലിൽ നിന്ന്, ഞാണിൽ നിന്ന്. ന ചൈനം അഭ്യജാനം സ്തേ തദാ വികൃത ദർശനം അഥൈനം പരിപപ്രച്ഛുഃ കോ ഭവാൻ കസ്യ വേത്യുതാ. ന ചൈനം അഭ്യജാനം സ്തേ തദാ വികൃത ദർശനം അഥൈനം പരിപപ്രച്ഛുഃ കോ ഭവാൻ കസ്യ വേത്യുതാ. ആ കുട്ടിയുടെ വേഷം വികൃതം തന്നെയാ. പട്ടി കുരയ്ക്കാൻ തന്നെ കാരണം, നായ കുരയ്ക്കാൻ തന്നെ കാരണം അതാണല്ലോ. ആ വികൃത ദർശനം, വികൃത വേഷത്തോടുകൂടി ആ കുട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ ചോദിച്ചു അത്രേ. അഥൈനം പരിപപ്രച്ഛുഃ കോ ഭവാൻ കസ്യ വേത്യുതാ. അങ്ങ് ആരാണ്, ഒന്ന് പറഞ്ഞു തരാമോ? ആരുടെ മകനാണ്? എന്താണ് സ്ഥിതിഗതികൾ? എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പം ആ കുട്ടി പറയണത് എന്താന്ന് കേട്ടോളൂ. നിഷാദാധിപതേർവീര ഹിരണ്യധനുഷസുതം
ദ്രോണശിഷ്യം ച മാം വിത്ത ധനുർവേദകൃതശ്രമം. ആദ്യമായിട്ട് ഒരാൾക്ക് ഐഡന്റിറ്റി, തിരിച്ചറിവ് എന്താ? അച്ഛൻ അല്ലെങ്കിൽ അമ്മ. സാധാരണ നമ്മളുടെ ഇടയിൽ അച്ഛൻ്റെ പേരാണ് പ്രമാണമായിട്ട് പറയാറുള്ളത്. അപ്പം ഇന്ന ആളുടെ മകൻ അല്ലെങ്കിൽ മകൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനുള്ള യോഗ്യത മുഴുവനും വരുന്നത് അധ്യാപകനിൽ നിന്ന്, ആചാര്യനിൽ നിന്നാണ്. ഈ അധ്യാപനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അനവധി അധ്യാപകന്മാർ പല വിഷയങ്ങളും നമ്മളെ കൂട്ടായി ഇരുത്തി പകൽ മുഴുവൻ പഠിപ്പിച്ച് വൈകുന്നേരം വീടുകളിലേക്ക് പറഞ്ഞയക്കുന്ന സിസ്റ്റമാണ്, സമ്പ്രദായമാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. ഉപനയനമൊക്കെ കഴിച്ച് ഒരു 6-7 വയസ്സാവുമ്പോഴേക്കും ഒരു കുട്ടി ഗുരുവിനെ തേടി വിദ്യ പഠിക്കാനായിട്ട് ചെല്ലുക. ഗുരുഗൃഹത്തിലാണ് താമസിക്കുക. അപ്പം ആ ഗുരുകുലവാസവും ഗുരുവും ശിഷ്യൻ ഈ രത്നമുണ്ടല്ലോ, വലിയ ഒരു അർത്ഥം. അത് അച്ഛനും അമ്മയും നമുക്ക് ജന്മം തന്നു, നമുക്ക് വ്യക്തിത്വം തരുന്നത് നമ്മുടെ ആചാര്യനാണ്. ആരോടാണ് കൂറും കടപ്പാടും കൂടുതലെന്ന് പറയാൻ പറ്റില്ല. അച്ഛനമ്മമാർ ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ്. അധ്യാപകനോ ഗുരുനാഥനോ നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ജീവന്റെ മാതാപിതാവ്. നിഷാദാധിപതേർവീര ഹിരണ്യധനുഷസ്സുതം. നിഷാദ അധിപതിയായ ഹിരണ്യധനുസ്സിൻ്റെ പുത്രനാണ് ഞാൻ. എൻ്റെ അച്ഛൻ ഹിരണ്യധനുസ്സാണ്, നിഷാദ രാജാവ. ദ്രോണശിഷ്യം ച മാം വിത്ത. അവിടുന്ന് നിങ്ങൾ എനിക്കൊരു ഐഡന്റിറ്റി, ഒരു തിരിച്ചറിയൽ പറയാനുള്ളത് എന്താ? ദ്രോണന്റെ ശിഷ്യനാണ് ഞാൻ. ഞാൻ എന്താ ചെയ്യണത്? ധനുർവേദകൃതശ്രമം. എൻ്റെ ഒരേ ഒരു തൊഴിൽ എന്താ? പരിശ്രമം എന്താ? ധനുർവേദം നല്ല പോലെ പഠിക്കണം. അമ്പും വില്ലിലും അങ്ങേയറ്റത്തെ പ്രാവീണ്യം എനിക്കുണ്ടാവണം. ഈ ലോകം മുഴുവനും എൻ്റെ ശരത്തിൻ്റെ കീഴിലാവണം. വേണ്ടി വന്നാൽ ചന്ദ്രനെയും സൂര്യനെയും കൂടി ഞാൻ ശരം തൊടുത്ത് കീഴടക്കും. അതാണ് എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം. ആ കുട്ടി പറയണതാ. ഒരു മനുഷ്യൻ്റെ അഭിലാഷം എവിടുന്നാ പുറപ്പെടുക? മനസ്സിൽ നിന്നാണ്, ശരീരത്തിൽ നിന്നല്ല. അപ്പം എൻ്റെ അച്ഛൻ ഇന്ന ആളാണ്, എൻ്റെ ഗുരു ഇന്ന ആളാണ്. അപ്പം എന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഹിരണ്യധനുസ്സിന് ജനിച്ച പുത്രൻ ദ്രോണന്റെ ശിഷ്യനെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ അമ്പും വില്ലും പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം, നേതൃത്വം, ഉപദേശം, മാതൃക എനിക്ക് കിട്ടുന്നത് ദ്രോണന്റെ കയ്യിൽ നിന്നാണ്. കാര്യം മനസ്സിലായി. അർജുനനും കൂട്ടരും മടങ്ങി ചെന്നു. എന്നിട്ട് അവർ കണ്ടിട്ടുള്ള വർത്തമാനം പറയണല്ലോ. തദാഹം പരിരഭ്യൈക പ്രീതിപൂർവമിദം വചഃ ഭവതോ ഉക്തോ ന മേ ശിഷ്യഃ തദ്വിശിഷ്ടോ ഭവിഷ്യതി. അർജുനൻ ദ്രോണന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, തദാഹം പരിരഭ്യൈക പ്രീതിപൂർവമിദം വചഃ ഭവതോക്തോ ന മേ ശിഷ്യഃ തദ്വിശിഷ്ടോ ഭവിഷ്യതി. ഞാൻ രാത്രി അമ്പും വില്ലും പ്രയോഗിക്കുന്നത് കണ്ട് അതിശയം തോന്നി സന്തോഷിച്ച് അങ്ങ് എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ആചാര്യദേവ, വളരെ സന്തോഷത്തോടു കൂടി ഭവതാ ഉക്തഃ നമേ ശിഷ്യഃ ത്വദ്വിശിഷ്ടോ ഭവിഷ്യതി. അർജുന, നിന്നേക്കാൾ മെച്ചപ്പെട്ടതോ മികച്ചതോ ആയ ഒരു ശിഷ്യൻ എനിക്ക് ഉണ്ടാവില്ല എന്നങ്ങ് പറഞ്ഞല്ലോ. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഭവതോക്തോ നമേ ശിഷ്യഃ ത്വദ്വിശിഷ്ടോ ഭവിഷ്യതി അഥ കസ്മാൻ മദ്വിശിഷ്ടോ ലോകാദപി ച വീര്യവാൻ അന്യോസ്തി ഭവതഃ ശിഷ്യോ നിഷാദാധിപതേ സുതാ. അങ്ങ് എന്നോട് പറഞ്ഞില്ലേ, നീയാണ് എനിക്ക് ഏറ്റവും മികച്ച ശിഷ്യൻ, നിന്നെ വിട്ട് നിന്നെ അതിക്രമിക്കാൻ ഒരാളും ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ എങ്ങനെയാ ഉണ്ടായത് എന്നാ ചോദിക്കണേ. അഥ കസ്മാത് വിശിഷ്ടോ ലോകാദപി ച വീര്യവാൻ. ഈ ലോകത്തിലെ എത്ര പേരുണ്ടോ അവരെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് മികച്ച വീര്യവാനായ ഒരു ശിഷ്യൻ എങ്ങനെയുണ്ടായി? അന്യോസ്തി ഭവതഃ ശിഷ്യോ നിഷാദാധിപതേ സുതഃ. ആ ആള് നിഷാദ രാജാവിൻ്റെ മകനാണ്. ആ കുട്ടി എന്നോട് പറയണത് എന്താ? ദ്രോണന്റെ ശിഷ്യനാണെന്നാ. അപ്പൊ വേറൊരാളുടെ ശിഷ്യനല്ല, അങ്ങയുടെ ശിഷ്യൻ തന്നെയാ. അപ്പൊ എന്നെ വിട്ട് ഒരാൾ ഉണ്ടാവില്ല എന്ന് അന്ന് പ്രതിജ്ഞ ചെയ്തു. ഇപ്പൊ എന്നെ വിട്ട ഒരാള്, നിഷാദപുത്രനായിട്ട് ഒരാൾ അങ്ങയുടെ ശിഷ്യനായിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു ആചാര്യദേവ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ എന്ന്.
അഥകസ്മാത് മദ്വിശിഷ്ടോ ലോകാദപി ച വീര്യവാൻ അന്യോസ്തി ഭവതഃ ശിഷ്യോ നിഷാദാധിപതേ സുതഃ മുഹൂർത്തമിവ തം ദ്രോണഃ ചിന്തയിത്വാ വിനിശ്ചയം സവ്യസാജിനമാദായ നൈഷാദിം പ്രതിജഗ്മിവാൻ. മുഹൂർത്തമിവ തം ദ്രോണഃ ചിന്തയിത്വാ വിനിശ്ചയം. ദ്രോണന് ഇടിവെട്ട് കൊണ്ട പോലെയായി. കണ്ണടച്ച് ആലോചിച്ച് നോക്കിയത്രേ. ഓ, ഒരു നിഷാദപുത്രൻ എൻ്റെ അർജുനനെ കവച്ചു വയ്ക്കത്തക്ക വിധത്തിൽ അസ്ത്രശസ്ത്ര പ്രാവീണ്യം നേടിയിട്ടുണ്ടെന്നോ? ഓ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സവ്യസാചിനമാദായ നൈഷാദിം പ്രതിജഗ്മിവാൻ. ഉടനെ സവ്യസാചി അർജുനെയും കൂട്ടിക്കൊണ്ട്, എന്താ നീ പറയുന്നത്? ആരാണ് നിന്നേക്കാൾ കേമൻ? ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി അങ്ങോട്ട് പോയി അത്രേ. മുഹൂർത്തമിവ തം ദ്രോണഃ ചിന്തയിത്വാ വിനിശ്ചയം. ആലോചിച്ച് നോക്കി തീരുമാനിച്ചു എന്താ വേണ്ടതെന്ന്. അർജുനാണല്ലോ വന്ന് പറയണത്. ഞാൻ പറഞ്ഞ വാക്ക് ശരിയാണ്, അർജുനെ വിട്ടൊരു മികച്ച ശിഷ്യൻ ഉണ്ടാവരുത്, എനിക്ക് വേണ്ടേനും. ഒരാളുണ്ടെന്നും പറയുന്നു, ആ ആൾ എൻ്റെ ശിഷ്യനാണെന്നും പറയുന്നു. അപ്പം അതെന്താ സംഗതി ഒന്ന് നേരിട്ട് കണ്ടുകളയാമെന്ന് പറഞ്ഞ് അർജുനെയും കൂട്ടിക്കൊണ്ടുപോയി. ദദർശ മലദിഗ്ധാംഗം ജഡിലം ചീരവാസിനം ഏകലവ്യം ധനുഷ്പാണിം അസ്യന്തമനിശം ശരാൻ. ദദർശ മലദിഗ്ധാംഗം ജഡിലം ചീരവാസസം. അവിടെ ചെന്നപ്പോ രാജാവും കുമാരനൊന്നുമല്ല, മേല് മുഴുവൻ ചളി പുരണ്ടിട്ടുണ്ട്, പൊടിയ. ജഡിലം ചീരവാസസം, തലമുടി ചീകണമൊന്നുമില്ല, ഒക്കെ ജടയാ. ഉടുത്തിരിക്കുന്നത് മരവുരിയ. ഏകലവ്യം ധനുഷ്പാണിം, എന്നാലോ കയ്യിൽ അമ്പുമില്ലുണ്ട്. അസ്യന്തം അനിശം ശരാൻ, അതിൽ നിന്ന് സദാ അമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാ കണ്ടത്. ആ കുട്ടിയെ കണ്ടാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇങ്ങനെ ഒരു കേമനാണെന്ന്? ആഭിജാത്യമൊന്നുമുള്ള ആളാവില്ല, മലിനമാ ശരീരം മുഴുവനും, ചീരമുടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു കുട്ടി അമ്പ് ഇങ്ങനെ അതിവേഗത്തിൽ പ്രയോഗിക്കുന്നു. ഏകലവ്യസ്തു തം ദൃഷ്ട്വാ ദ്രോണം ആയാന്തമന്തികാത് അഭിഗമ്യോപസംഗൃഹ്യ ജഗാമ ശിരസാമഹീം. ഏകലവ്യസ്തു തം ദൃഷ്ട്വാ, ആ കുട്ടിയോ അടുത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് ഇത്ര തിരിച്ചറിവുണ്ടാവില്ല. മണ്ണുകൊണ്ടൊരു പ്രതിമയുണ്ടാക്കി ദ്രോണനെപ്പോലെ ഉണ്ടത് ആ പ്രതിമ കണ്ടാൽ. അതിൽ നിന്ന് തന്നെ അറിയാം ഒരിക്കൽ കണ്ട ആളുടെ പടം ഇത്ര അധികം ആ കുട്ടിയുടെ മനസ്സ് പതിപ്പിച്ചെടുത്തു എന്ന്. അങ്ങനെ ഒരു പ്രതിമയുണ്ടാക്കി പൂജിച്ച് പൂജിച്ച് ആരാധിച്ച് സ്വയം അഭ്യസിക്കുകയാണ്. ആ ആചാര്യനിതാ വന്നിരിക്കണു തൻ്റെ അടുക്കലേക്ക് സ്വയം എന്നങ്ങോട്ട് കേട്ടപ്പോൾ, നിന്നെ ഞാൻ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ച ആചാര്യൻ ഞാൻ ആവശ്യപ്പെടാതെ ചോദിക്കാതെ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കാതെയും ദാ വന്നിരിക്കണു എൻ്റെ മുൻപിൽ നിന്ന് കണ്ടപ്പോൾ അവന് ഒരു സംശയം ഉണ്ടായില്ല. അഭിഗമ്യോപസംഗൃഹ്യ, അടുത്ത് ഓടിച്ചെന്ന് ജഗാമ ശിരസാമഹീം, തല നിലത്ത് തൊടിയിച്ച് നമസ്കരിച്ചു അത്രേ. പ്രേക്ഷകരെ, ഇതാണ് ഇന്ത്യ, ഇതാണ് ഭാരതം, ഇതാണ് നമ്മുടെ മായാത്തതും മറിയാത്തതും തുടച്ചു നീക്കാൻ പറ്റാത്തതും അനശ്വരവുമായിരിക്കുന്ന അജയ്യ സംസ്കാരം. മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ. നമ്മൾ പഠിച്ചു, ഗംഭീരന്മാരായി. ആ ഗാംഭീര്യം വരുന്നത് ആര് പഠിപ്പിച്ചോ അവരിൽ നിന്നാണ് പഠിപ്പ് കിട്ടുന്നത്. ആ അധ്യാപകനോടോ പഠിപ്പിക്കുന്നവരോടോ നമുക്കുള്ള കൂറിന് ഒരു തരത്തിലും ഒരു കുറയും കറയും വരരുത്. ആ കുട്ടി കാണിക്കണത് കണ്ടാൽ എന്താ? മലിനദിഗ്ധാംഗം, മേല് മുഴുവനും പൊടിയും പടലവും ചളിയുമാണ്. ആ കുട്ടി ഓടിച്ചെന്ന് അങ്ങോട്ട് ഭൂമി തൊട്ടങ്ങോട്ട് നമസ്കരിച്ചു അത്രേ. പൂജയിത്വാ തതോ ദ്രോണം വിധിവത് സ നിഷാദജഃ. രാജപുത്രനാണല്ലോ, ചളിയൊക്കെ ഉണ്ടെങ്കിലും. പൂജയിത്വാ തതോ ദ്രോണം വിധിവത് സ നിഷാദജഃ നിവേദ്യ ശിഷ്യമാത്മാനം തസ്ഥൗ പ്രാഞ്ജലിരഗ്രതഃ.
പൂജയിത്വാ തതോ ദ്രോണം വിധിവത് സനിഷാദജഃ നിവേദ്യ ശിഷ്യമാത്മാനം തസ്ഥൗ പ്രാഞ്ജലിരഗ്രതഃ. നമസ്കരിച്ച് എണീറ്റ് ആ കുട്ടിക്ക് അറിയാവുന്ന വിധത്തിൽ അങ്ങോട്ട് പൂജിച്ച് സത്കരിച്ചു. ആരെ? ദ്രോണനെ. ചോദിക്കാനൊന്നും നിന്നില്ല, ഒരു സമ്മതവും ആ കുട്ടിക്ക് വേണ്ട. ഞാൻ ദിവസേന മൺപ്രതിമയുണ്ടാക്കി പൂജിക്കുന്ന ആള് സ്വയം ഇപ്പോൾ മാംസപുഷ്ടിയോടുകൂടി വന്നിരിക്കുകയാണ്, കൂടെ ഒരാളും ഉണ്ട്. ആ ആളെ പോയി നമസ്കരിച്ച് അങ്ങോട്ട് പൂജിച്ചു അത്രേ, തനിക്ക് അറിയാവുന്ന തരത്തിൽ. എന്നിട്ടോ ആത്മസമർപ്പണം ചെയ്തു. ആത്മാനം നിവേദ്യ പ്രാഞ്ജലി അഗ്രതഃ തസ്ഥൗ, കൈ കൂപ്പി മുൻപിൽ നിന്നു അത്രേ. പൂജയിത്വാ തതോ ദ്രോണം വിധിവത് സ നിഷാദജഃ നിവേദ്യ ശിഷ്യമാത്മാനം തസ്ഥൗ പ്രാഞ്ജലിരഗ്രതഃ. കൂട്ടരെ, ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ, വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. അത് ഇതും ചിന്തിക്കരുത്, പറയരുത്. ഇവിടെ നടന്നിട്ടുള്ള സംഭവം എന്താ? പൂർവപീഠിക എന്തോ ആവട്ടെ, ഈ ഏകലവ്യൻ എന്ന് പറയുന്ന നിഷാദപുത്രൻ ദ്രോണനെ കണ്ട് ഞാൻ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു കേട്ട് അപ്പം നമസ്കരിച്ച് തൻ്റെ ശിഷ്യത്വം തൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ദ്രോണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് തിരിച്ചു വന്ന് ഒരു പ്രതിമയുണ്ടാക്കി ആ പ്രതിമയ്ക്ക് വേണ്ട പൂജയും സത്കാരവും ആരാധനയും നടത്തിക്കൊണ്ട് സ്വയം അസ്ത്രശസ്ത്ര വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആചാര്യനാണ് ഓർക്കാപ്പുറത്ത് വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സിലുള്ള സന്തോഷവും ഉത്സവവും എത്രയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കണ്ട സന്തോഷത്തോടു കൂടി ആദ്യം പ്രണമിച്ചു, പിന്നെ പൂജിച്ചു, ആരാധിച്ചു, തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ഇതിലും മീതെ ഒരു ശിഷ്യ ജീവിതത്തിൽ സാഫല്യത്തിനും സൗഭാഗ്യത്തിനും പൂർണ്ണതയ്ക്കും എന്താണ് വേണ്ടത്? മറ്റു വിചാരങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വഴിമാറണം, വഴിമാറണം, വഴിമാറണം. ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ളതായ ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ വിവരിക്കുന്നത്. അതിൽ ആ ശിഷ്യന്റെ മനസ്സ് എത്രത്തോളം മഹത്വമുള്ളതാണെന്ന് വ്യക്തമായിട്ട് കാണിക്കുക. കുശലപ്രശ്നം ചോദിക്കാനൊന്നുമല്ല നിന്നത്, പൂജിച്ചു, എന്നിട്ട് നിവേദനം നടത്തി. തതോ ദ്രോണോ ബ്രവീദ് രാജൻ ഏകലവ്യമിതം വചഃ യദി ശിഷ്യോസി മേ വീര വേദനം ദീയതാം മമ. പണ്ട് കാലത്ത് ആരെങ്കിലും ഗുരുവാണ് ഞാൻ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ ആ ഗുരുവിന് ആ ശിഷ്യനോട് എന്തും ആവശ്യപ്പെടാം. എന്താവശ്യപ്പെടുന്നു എന്നുള്ളത് ഗുരുവിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കാര്യമാണ്. അതിൽ ശിഷ്യന് ഒരു വാക്കും പറയാൻ പറ്റില്ല. ഗുരുശിഷ്യന്മാർക്കിടയിൽ ഒരു കാര്യം തീർച്ചയാണ്, ശിഷ്യനേക്കാൾ എത്രയോ പാകവും മഹിമയും കൂടും ഗുരുവിന്. ശിഷ്യൻ കാണാത്തത് ചിലത് ഗുരു കാണും. പലപ്പോഴും ഈ ശിഷ്യന്മാർ പഠിപ്പൊക്കെ കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അടുത്ത് പറയും, അങ്ങക്ക് എന്നോളം ബുദ്ധിയില്ല എന്ന്. അങ്ങനെ പറയുന്നവരുണ്ട്, ഇന്നുമുണ്ട്, അധ്യാത്മ മേഖലയിലുമുണ്ട്. ഏയ് അദ്ദേഹത്തിന് ഇംഗ്ലീഷൊന്നും അറിയില്ല എന്ന്, ഞാൻ നല്ലോണം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഞാനൊരു ശാസ്ത്രജ്ഞനാ, റിസർച്ചൊക്കെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഗുരുവിന് മനസ്സിലാവില്ല, അങ്ങക്ക് എന്തറിയാം എന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രത്യേകം പ്രത്യേകം ഒരു പഠിപ്പ് കൊണ്ടല്ല, പഠിപ്പിലല്ല ഈ ഗുരുമഹത്വമുള്ളത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പാകം വരാനുണ്ട്, ജീവിതത്തിൽ ഒരു ധന്യത വരാനുണ്ട്. അത് അനുഭവം കൊണ്ടും ആലോചന കൊണ്ടും മറ്റു പലതുകൊണ്ടുമാണ് വരിക. അപ്പം ആ ഗുരു എന്ത് ദക്ഷിണയാ ചോദിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൽ, അതങ്ങോട്ട് വിട്ടുകൊടുത്തേക്കണം, നമുക്കൊന്നും പറയരുത്. അദ്ദേഹം പറഞ്ഞ ദക്ഷിണ ആകുമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ വയ്യ എന്ന് പറയുക. സ്വതവേ ഒരു ഗുരു തരാൻ പറ്റാത്തൊരു ദക്ഷിണ ചോദിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മഹത്വം. ശിഷ്യൻ്റെ പ്രാപ്തി, ശിഷ്യൻ്റെ കയ്യിലുള്ള കഴിവ്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടേ പറയുള്ളൂ. ഒരു ഉത്തമ സുഹൃത്ത് തൻ്റെ സുഹൃത്തിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല. അമ്മ കുട്ടികളിൽ നിന്ന് അവർക്ക് പറ്റാത്ത കാര്യം ചോദിക്കും. അതുമാതിരി ഈശ്വരൻ ഒരു ഭക്തന് ചെയ്യാൻ പറ്റാത്ത സംഗതി പ്രതീക്ഷിക്കില്ല, ചോദിക്കൂല. അപ്പം നിങ്ങൾ ആ കാര്യത്തിലൊന്നും കടന്നു വെട്ടരുത്, മിണ്ടാണ്ടിരിക്കണം. അവനവൻ്റെ ബുദ്ധിയെ വേണ്ടതുപോലെ സമ്പന്നമാക്കിക്കോളൂ. ഏകലവ്യസ്തു തശ്രുത്വാ പ്രിയമാണോ അബ്രവീദിതം കിം പ്രയച്ഛാമി ഭഗവൻ ആജ്ഞാപയതു മാം ഗുരുഹു. ഏകലവ്യസ്തു തശ്രുത്വാ പ്രിയമാണോ അബ്രവീദിതം. ദ്രോണൻ പറഞ്ഞു അത്രേ ഏകലവ്യനോട്, യദി ശിഷ്യോസി മേ വീര വേദനം ദീയതാം മമ. നീ പറയുന്നുണ്ടോ, നീ സമ്മതിക്കുന്നുണ്ടോ നീ ദ്രോണന്റെ ശിഷ്യനാണെന്ന്? ആ ദ്രോണനാണ് ഇതാ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ
ഗുരുവായിട്ട് കണക്കാക്കുന്നുണ്ട്, നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ വേതനം ദീയതാം മമ, എനിക്ക് ഗുരുദക്ഷിണ തന്നേക്കൂ എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ഗുരുദക്ഷിണ ആവശ്യപ്പെടാൻ സാധാരണ ഒരു പറച്ചിലുണ്ട്. ഗുരുവിന് ദക്ഷിണ കൊടുക്കാതെ ഒരു ശിഷ്യൻ മടങ്ങിപ്പോന്നാൽ അവിടെ പോയതിന് ഒരു ഫലവും ഉണ്ടാവില്ല എന്ന്, വിദ്യയ്ക്ക് പോലും മിഴിവുണ്ടാവില്ല. ഏകലവ്യസ്തു തശ്രുത്വ പ്രിയമാണോ അബ്രവീദിതം. ഏകലവ്യൻ അത് കേട്ടിട്ട് എന്തു വിചാരിച്ചു? പരമസന്തോഷം. ഇത്രയും കാലം ഞാൻ ഈ ദ്രോണാചാര്യനെ കാണാതെ കഴിഞ്ഞുകൂടാണ്. അദ്ദേഹം എന്നെ തിരസ്കരിച്ചുല്ലോ, മൺപ്രതിമ മാത്രം കണ്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൂടുകയാണ്. ഇപ്പതാ എൻ്റെ കൺമുൻപിൽ വന്ന് നിന്നിട്ടുണ്ടല്ലോ, ഇതിലേത് ഭാഗ്യവും അനുഗ്രഹവും എനിക്ക് എന്താണുള്ളത്, വളരെ നന്നായി എന്ന് വിചാരിച്ച് സന്തോഷിച്ചു അത്രേ. അങ്ങനെ സന്തോഷിച്ച് പറയാണ്, കിം പ്രയച്ഛാമി ഭഗവൻ ആജ്ഞാപയതു മാം ഗുരുഹു. ഞാൻ അങ്ങേക്ക് എന്താണാവോ തരേണ്ടത്? ഹേ ഭഗവൻ, ദയവ് ചെയ്ത് എന്നെ ഒന്ന് അറിയിപ്പിക്കൂ, എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണെന്ന്. ഇങ്ങനെയുള്ള ഗുരുശിഷ്യന്മാർക്ക് മധ്യത്തിൽ പ്രേക്ഷകരെ നിങ്ങൾ ആരും നുഴഞ്ഞു കിടക്കരുത്, ഞാൻ സമ്മതിക്കില്ല അത്. ഇത് ഗുരുവിനും ശിഷ്യനും തമ്മിലുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരൊറ്റ ആൾ അവിടെ ഇടപെടരുത്. ഗുരുവാണ് ചോദിക്കുന്നത്, ശിഷ്യനാണ് സമ്മതിച്ച് മറുപടി പറയുന്നത്. അത് നടക്കണത് കാണുക, കേൾക്കുക, അതിൽ നിന്ന് ഗ്രഹിക്കാനുള്ള പാഠങ്ങളും മൂല്യങ്ങളും പഠിക്കുക. അത് വിട്ട് ഒരൊറ്റ വിമർശനത്തിന് ഇവിടെ സ്ഥാനമില്ല. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഏകലവ്യനോട് എന്തിനു പറഞ്ഞു എന്ന് നിങ്ങൾ ചോദിക്കണു. എന്താ കാരണം? നിങ്ങൾ ദ്രോണനായിട്ടില്ല. ദ്രോണനായിട്ട് വേണം ഈ ചോദ്യം ചോദിക്കാൻ. എന്താണാവോ എന്ന് വിചാരിച്ച് കൈമലത്തിക്കോളൂ. ഈ ലോകത്തിൽ എന്തൊക്കെയാ സംഭവങ്ങൾ നടക്കുന്നത് ഈശ്വരൻ സൃഷ്ടിച്ച ലോകത്തിൽ. നോക്കൂ, 70 72 വയസ്സായ സ്ത്രീകളെ വരെ തെറ്റായി മനുഷ്യർ സമീപിക്കണു, ബലാത്സംഗം എന്നൊക്കെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ഇതിനൊക്കെ? ഈശ്വരൻ സൃഷ്ടിച്ച ലോകത്തിലാണ്. അദ്ദേഹം സർവജ്ഞനാണ്, സർവശക്തനാണ്. അപ്പൊ സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഈശ്വരൻ എന്തിന് ഈ വക തോന്നിവാസങ്ങളും വികൃതങ്ങളും അനുവദിക്കണമെന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ ഈശ്വരൻ വടിയും കൊടയായി ഇറങ്ങി വന്ന് മറുപടി നിങ്ങളോട് പറയണത്. ഈശ്വരൻ തന്നെ നമ്മുടെ മനുഷ്യ മനസ്സിലെ സങ്കല്പമല്ലേ. ആ സങ്കല്പാത്മകമായ ഈശ്വരനെ വെച്ചുകൊണ്ട് നിങ്ങൾ വേണം അതിന് മറുപടി പറയാൻ. ഈശ്വരനല്ല മറുപടി പറയാൻ. ഈശ്വരൻ സൃഷ്ടിച്ചതാണോ ഈ ലോകം? അദ്ദേഹം വാളും ചെലമ്പുമായിട്ട് വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ സൃഷ്ടിച്ചു എന്ന്? അങ്ങനെ ഒരു ഈശ്വരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിണ്ടരുത്. അപ്പൊ പിന്നെ ഈശ്വരൻ മറുപടി പറയേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ ഭാവനയാണ് ഈശ്വരൻ, നിങ്ങളുടെ സങ്കല്പമാണ് ഈശ്വരൻ. ആ സങ്കല്പമാണെങ്കിൽ നിങ്ങൾ തന്നെ അതിന് മറുപടി പറയും. എന്താ ഇങ്ങനെ നടക്കണത് എന്നുള്ളത്. ഇത് തന്നെയാണല്ലോ ഭഗവത്ഗീതയിൽ കൃഷ്ണനോട് ചോദിച്ചത് അർജുനൻ. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ എന്ന് പറയാൻ എന്താ കാരണം? അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവനിയോജിത. തെറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ആരോ ബലാൽ ഏമിച്ച് ശാസിച്ച് ചെയ്യിപ്പിക്കുന്നത് പോലെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാരണം കാമവും ക്രോധവുമാണെന്ന്. അതെവിടെയാ? ഈശ്വരനിലല്ല, മനുഷ്യ മനസ്സിലാ. നിങ്ങളുടെ കാമം, നിങ്ങളുടെ ക്രോധം, അതാണ് നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്. അതിന് ഈശ്വരൻ്റെ മുൻപിൽ വിരൽ ചൂണ്ടിയിട്ട് ഒരു കാര്യമില്ല. ആ കാമവും ക്രോധവും കണ്ടുപിടിച്ച് അവനവൻ നിയന്ത്രിച്ചോളുക, അല്ലെങ്കിൽ നിയന്ത്രണത്തിനുള്ള വ്യവസ്ഥ കൂട്ടായി ഉണ്ടാക്കി നിയമമാക്കി പ്രാബല്യത്തിൽ കൊണ്ടുവരിക, നടപ്പാക്കുക. ഇന്നിവിടെ എന്തൊക്കെ അഴിമതികൾ നടക്കുന്നുണ്ടോ, ഈ അഴിമതികളെ നിയന്ത്രിക്കാത്തത് കൊണ്ടല്ലേ നടക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വച്ചു, ആ ആൾക്ക് ചില അധികാരങ്ങളൊക്കെ കൊടുത്തു. അത് കൊടുത്തത് ആരാ? സർക്കാരാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ്, പ്രതിനിധികളാണ് അവിടെ. ആ അധികാരം വെച്ചുകൊണ്ട് അവർ അഴിമതിയും അക്രമവുമായി നടക്കുമ്പോൾ അതൊരു ദുർവിനിയോഗമല്ലേ? ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ദോഷങ്ങളല്ലേ അവിടെ പ്രകടമാകുന്നത്. ആ ദോഷങ്ങൾ ഇല്ലാതെയിരിക്കാനും അതിന് വേണ്ട ശിക്ഷാ നടപടികൾ എടുക്കാനും നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ ഈ അഴിമതി രാജ്യം അങ്ങനെ തന്നെ പെരുകി വർദ്ധിക്കുകയുള്ളൂ. ഇതിനൊക്കെ നിങ്ങൾ ഈശ്വരനെ ചൂണ്ടിക്കാണിക്കണ്ട. മഹാക്ഷേത്രങ്ങളിൽ പോയി തൊഴുതു വരുന്ന സമയത്ത് വരുന്ന വഴിക്ക് കാറിൽ ആക്സിഡന്റ് ഉണ്ടാക്കി 3 4 ഭക്തന്മാർ മരിച്ചു പോവാറുണ്ട്. അതിന് നിങ്ങൾ പോയി തൊഴുത ദൈവമാണോ ഉത്തരവാദി? നിങ്ങൾ ഉണ്ടാക്കിയ റോഡ്, നിങ്ങൾ ഉണ്ടാക്കിയ ട്രാഫിക് നിയമം, നിങ്ങൾ ഉണ്ടാക്കിയ വാഹനങ്ങൾ, അതിൽ അപകടം പറ്റിയാൽ എന്തിനാ ഈശ്വരനെ നെഞ്ഞത്ത് കയറുന്നത്? അസംബന്ധം പറയരുത്.
ആലോചിച്ച് സംസാരിക്കണം. അപ്പൊ ഇവിടെ രംഗം എന്താ? കിം പ്രയച്ഛാമി ഭഗവൻ ആജ്ഞാപയതു മാം ഗുരുഹു. അങ്ങക്ക് എന്തു വേണം, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആജ്ഞാപിക്കൂ എന്നാ പറയണത്. നഹി കിഞ്ചിതദേയം മേ ഗുരവേ ബ്രഹ്മവിത്തമ തമബ്രവീത് ത്വയാങ്കുഷ്ഠോ ദക്ഷിണോ ദീയതാമിതി. നഹി കിഞ്ചിത് അദേയം മേ ഗുരവേ ബ്രഹ്മവിത്തമ. ബ്രാഹ്മണവിത്തമ, ഗുരുവിന് തരാൻ പാടില്ലാത്തതായി എനിക്ക് ഒന്നുമില്ല. ഇത് ആരാ പറയണത്? ശിഷ്യൻ. അതുപോലെ ആയിക്കോളൂ, മിണ്ടരുത്. നഹി കിഞ്ചിത് അദേയം മേ ഗുരവേ, എനിക്ക് ഗുരുവിന് തരാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആര്? ഏകലവ്യൻ. ആ വാക്കിന്റെ മുകളിൽ ദ്രോണൻ ചോദിക്കുകയാണ്, തമബ്രവീത് ത്വയാങ്കുഷ്ഠോ ദക്ഷിണോ ദീയതാമിതി. എൻ്റെ മോനെ, എൻ്റെ ശിഷ്യ, നിന്റെ വലത്തെ തള്ളവിരലാണ് എനിക്ക് വേണ്ടത്. ഇടത്തെ കൈകൊണ്ട് കത്തിയെടുത്തൊരൊറ്റ ചെത്ത് അങ്ങനെ കൊടുത്തു. അവിടെ സംശയിക്കാനോ ചോദിക്കാനോ തർക്കിക്കാനോ ഒന്നും സമയമില്ല. ഞാൻ ദ്രോണശിഷ്യനാണെന്ന് ഏകലവ്യനാ പറയുന്നത്. ആ ശിഷ്യത്വത്തിൻ്റെ പേരിലാണ് തൻ്റെ പാടവം മുഴുവനും. തൻ്റെ ഗുരു, എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ഗുരു വന്നു നിൽക്കണു. ആ ഗുരുവിന് എന്തു വേണമെന്ന് ചോദിച്ചു. എന്തും തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. തരാൻ പറ്റാത്തത് ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഈ അങ്കുഷ്ഠം വാങ്ങിയത്. ഏകലവ്യസ്തു തശ്രുത്വാ വചോ ദ്രോണസ്യ ദാരുണം പ്രതിജ്ഞാം ആത്മനോ രക്ഷൻ സത്യേച നിയതഃ സദാ തഥൈവ ഹൃഷ്ടവദനഃ തഥൈവ അദീനമാനസഃ ഛിത്വാ അവിചാര്യ തം പ്രാദാത് ദ്രോണായ അങ്കുഷ്ഠാത്മനഃ. ഏകലവ്യസ്തു തശ്രുത്വാ വചോ ദ്രോണസ്യ ദാരുണം പ്രതിജ്ഞാം ആത്മനോ രക്ഷൻ സത്യേച നിയതഃ സദാ. ഇതാരാ എഴുതുന്നത്? വ്യാസദേവൻ, വ്യാസമഹർഷി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടോളൂ. ഏകലവ്യസ്തു, ഏകലവ്യനാകട്ടെ, തത് ശ്രുത്വാ, ആ പറഞ്ഞത് കേട്ട്, വചഃ, ദ്രോണന്റെ വാക്കുകൾ, ദ്രോണസ്യ ദാരുണം, വളരെ ദാരുണം, കേട്ടുകഴിഞ്ഞാൽ വളരെയധികം ദാരുണമാണ്, കഠിനമാണ്, ഹൃദയഭേദകമാണെന്ന് തോന്നും. അങ്ങനെയുള്ള വാക്ക് കേട്ടിട്ട് പ്രതിജ്ഞാം ആത്മനോ രക്ഷൻ, തൻ്റെ പ്രതിജ്ഞ, താൻ വായ കൊണ്ട് പറഞ്ഞത് സഫലമാകണം, സഫലമാകണം, അർത്ഥവത്താകണം എന്ന് വിചാരിച്ച് സത്യേച നിയതഃ സദാ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് ആര്? ഏകലവ്യൻ. തഥൈവ ഹൃഷ്ടവദനഃ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഹൃഷ്ടവദനഃ, പ്രസന്നമുഖനായി, തഥൈവ അദീനമാനസഃ, തൻ്റെ മനസ്സിന്, ഏകലവ്യൻ്റെ മനസ്സിന് സ്വല്പമെങ്കിലും ഒരു ദീനതയോ ഒരു ക്ഷീണമോ ഒരു നീരസമോ ഒരു കലവറയോ ഒന്നുമില്ല. ഛിത്വാ അവിചാര്യതം പ്രാദാത്, അതിനെക്കുറിച്ച് തിരിച്ചും മറിച്ചും സ്വല്പമെങ്കിലും ആലോചിക്കാതെ ആ വിരലങ്ങോട്ട് മുറിച്ച് ദ്രോണായ അങ്കുഷ്ഠമാത്മനഃ, തൻ്റെ തള്ളവിരൽ മുറിച്ചങ്ങോട്ട് കൊടുത്തു അത്രേ. ഇതാ ആചാര്യദേവ എന്ന് പറഞ്ഞു. നിങ്ങളിത് കേട്ടിട്ട് എന്താ വിചാരിക്കുക? പലരും പറയും, ദ്രോണൻ എന്തിനാ ഈ വിരൽ മേടിച്ചത്? ഹസ്തിനപുരത്തിൽ നിന്ന് വന്ന ഒരു ചായ, ആ നായ എന്തോ പരിചയക്കേടുള്ള ഒരാളെ കണ്ടപ്പോൾ കുരച്ചു. നായ എന്തിനുള്ളതാ? കുരയ്ക്കാനുള്ളതാ. ആരെ കണ്ടാൽ കുരയ്ക്കും? തൻ്റെ വീട്ടുകാരോ കുടുംബാംഗങ്ങളോ അങ്ങനെയുള്ളവരെ കണ്ടാൽ കുരയ്ക്കില്ല. അല്ലാത്തവരെ കണ്ടാൽ കുരയ്ക്കാനാണല്ലോ ഈ നായ. അതും ദൈവം സൃഷ്ടിച്ചതല്ലേ. അപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ കണ്ട് കുരച്ചപ്പോൾ അമ്പും അതിൻ്റെ മുഖത്തിലേക്ക് തൊടുക്കണോ, അതോ എന്നെ കൊണ്ട് നിനക്ക് പേടിയൊന്നുമില്ല എൻ്റെ പൊന്നു നായേ, നീ പരിഭ്രമിക്കൊന്നും വേണ്ട, എൻ്റെ വേഷം എങ്ങനെ ആയാലും ഞാൻ നിനക്ക് ഒരു ഹാനിയും വരുത്താൻ പോണില്ല എന്ന് പറഞ്ഞ് നായോട് നിങ്ങൾ സ്നേഹമായിട്ട് സംസാരിച്ചു നോക്കൂ. അതിന് നിങ്ങൾ പറയുന്ന വാക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ അതിലുള്ള സ്നേഹം, ആ വികാരം അതിന് സെൻസ് ചെയ്യാൻ പറ്റുമോ അത്രേ. അത് നമ്മളെ കടിക്കില്ല. പേടിച്ചിട്ടാണ്, ശത്രു എന്ന് വിചാരിച്ചിട്ടാണ് കടിക്കാൻ പറയണത്. അതിന് പകരം തൻ്റെ കയ്യിലുള്ള ആ അസ്ത്രപാഠം ഉപയോഗിച്ച് കൊരയ്ക്ക് ഭക് ഭക് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ശരം അങ്ങോട്ട് തൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു കഠിന ശിക്ഷയായില്ലേ അത്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പരീക്ഷിത്ത് മഹാരാജാവ് വന്ന് ശമീക മഹർഷി ധ്യാനത്തിലിരിക്കുമ്പോൾ
ദാഹിച്ച് വെള്ളം കിട്ടിയില്ല എന്നുള്ള കോപത്തിൽ ഒരു പാമ്പിൻ്റെ ജഡെടുത്ത് കഴുത്തിലിട്ടു. അതറിഞ്ഞ ശമീക മഹർഷിയുടെ പുത്രൻ 7-ാം ദിവസം സർപ്പം കടിച്ച് മരിക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു. ഈ വർത്തമാനം കേട്ടപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? ചെറിയ തെറ്റിന് നീ വലിയ ശിക്ഷ നൽകിയില്ലോ എന്നാ. അതുപോലെ പരിചയക്കേട് കൊണ്ട് നായ കുരച്ചതിന് അതിൻ്റെ വായയുടെ ഉള്ളിൽ ഒരു പിടി അമ്പ് പ്രയോഗിച്ച് അതിനെ വേദനിപ്പിക്കണോ പാവം മിണ്ടാപ്രാണിയെ? അപ്പം ആ പ്രയോഗിച്ചതിൽ അവിടെ കാണുന്നത് എന്താ? അമ്പ് നായയുടെ വായിൽ പ്രയോഗിക്കാനാ? എവിടെ പ്രയോഗിക്കാനാ അമ്പ്? ആ നായ ശത്രുവാണോ? നായ എന്ന് പറഞ്ഞാൽ ഒരു വളർത്തു മൃഗമാണത്. മനുഷ്യനോട് വലിയ സ്നേഹവും കൂറും ഉള്ളതാ. ആ നായ പുറമേ നിന്ന് വന്നിരിക്കുന്നതാണ്. ആ നായ യജമാനൻ്റെ ഗൃഹത്തിൽ ചെന്നാൽ ചിലപ്പോൾ കുരച്ചു കടിച്ചു എന്ന് വരും. പുറത്തു പോയിട്ട് അങ്ങനെ സാധാരണ നിലയ്ക്ക് കടിക്കൊന്നുമില്ല. അപ്പം അസ്ത്രശസ്ത്ര വിദ്യയൊക്കെ അറിയുന്ന ആൾ ഇത്ര അധികം അമ്പ് ഉള്ളിലേക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ? ഒരമ്പ് മേലെങ്ങാനും കൊടുക്കാം, ഇത് വായുടെ ഉള്ളിലേക്ക്. അപ്പം അവിടെ എന്തോ ഒരു അപ്രകൃതം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ ഏകലവ്യന് ഹസ്തിനപുരത്തിലുള്ളവരോടൊരു മത്സരബുദ്ധി ഉണ്ടായിരുന്നു. ആ ഏകലവ്യനെ എങ്ങാനും ഈ കർണനെ മാതിരി ദുര്യോധനോട് കൂടി ഒരു സഖ്യമെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ആപത്ത് വലിയ ആപത്താ. ദ്രോണൻ അസ്ത്രശസ്ത്രവിദ്യ പഠിപ്പിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? അധർമ്മം വാഴാനല്ല, ധർമ്മം വാഴണം. ഏകലവ്യന് താൻ ഉപദേശിക്കില്ല എന്ന് പറഞ്ഞത് എന്താ? ഞാൻ എങ്ങാനും വിദ്യ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി എവിടെ അത് പ്രയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ നിയന്ത്രണം സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് പറയാതെ ഇരിക്കുക നല്ലത് എന്ന് പറഞ്ഞു. അത് ഫലിക്കാതെ ഇപ്പം തൻ്റെ പ്രതിമ വച്ച് ആ പ്രതിമയെ പൂജിച്ചുകൊണ്ട് ഇത്രയധികം പാടവം സമ്പാദിച്ച് അത് ഹസ്തിനപുരത്തിൽ നിന്ന് വന്ന ഒരു നായെപ്പോലും ഇങ്ങനെ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ഹസ്തിനപുരക്കാരെ എത്രത്തോളം ആക്രമിക്കും? അത് ലോകത്തിൻ്റെ ആ വ്യാപകമായ കല്യാണത്തിനോ നന്മയ്ക്കോ പൊരുത്തപ്പെടില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് എനിക്ക് തള്ളവിരൽ വേണം എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞ പറച്ചല് പെട്ടെന്ന് കേട്ടാൽ നിങ്ങളത് ഒറ്റ തിരിച്ചൊരു സംഭവമായിട്ട് കാണും. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒട്ടാകെയുള്ള നന്മയ്ക്ക് വേണ്ടി നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരു മഹത്തായ ഒരു ധർമ്മദൗത്യമാണ് ഇവിടെ നിർവഹിക്കാനുള്ളത്. അത് വളരെയധികം പടർന്നു പിടിച്ച് കിടക്കുന്നതാണ്, പലരെയും ഉൾക്കൊള്ളുന്നതാണ്. അതിൽ ഓരോരോ വ്യക്തിയമായിരിക്കുന്ന സംഭവങ്ങളെ ഒറ്റ തിരിച്ച് കണ്ടിട്ട് കാര്യമില്ല, എല്ലാറ്റിനോടും കൂടി ബന്ധപ്പെടുത്തി വേണം കാണാൻ. അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താ? മഹാഭാരത യുദ്ധം. അത് ആരാര് തമ്മിലാ? സഹോദരന്മാർ തമ്മിലാണ്. ഇപ്പൊ ഈ ഏകലവ്യൻ ദ്രോണന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് സ്വയം സമ്മതിച്ച് അങ്ങനെയാണല്ലോ. അതിൻ്റെ പേരിൽ ദ്രോണന് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനും ആ ആളെ നിഷ്ഫലനാക്കാനും സാധിച്ചു. നേരെ മറിച്ച് ഈ ഏകലവ്യന് ദ്രോണനുമായി ദ്രോണന്റെ ശിഷ്യത്വം ഇല്ലെങ്കിലോ ഈ ഹസ്തിനപുരത്തോടുള്ള വെറുപ്പ് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ വലിയ ഒരു നിയതിയുടെ പിന്നിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. ഇനിയിപ്പോൾ ശിഷ്യനോട് തള്ളവിരൽ ചോദിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. ആ ദ്രോണൻ സ്വയം അർജുനനോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങളിത് മനസ്സിലാക്കണം. അർജുനനോട് ഇതേ ദ്രോണൻ ആവശ്യപ്പെടുന്നു. എന്താ ആവശ്യപ്പെടുന്നത്? ഏകലവ്യനോട് ചോദിച്ചത് വെറും ഒരു തള്ളവിരല. തൻ്റെ ശിഷ്യോത്തമനോട് പറയണതോ തന്നോട് യുദ്ധം ചെയ്ത് തന്നെ കൊല്ലണമെന്നാ. അതെപ്പോഴാണ് ഉണ്ടായത്? ബ്രഹ്മശിരോസ്ത്രം കൊടുത്ത ശിഷ്യനെ പൂർണ്ണനാക്കി തീർത്തതിന് ശേഷം. അഗസ്ത്യസ്യ ധനുർവേദേ ശിഷ്യോ മമ ഗുരുഃ പുര അഗ്നിവേശ ഇതി ഖ്യാതഃ തസ്യ ശിഷ്യോസ്മി ഭാരത തീർത്ഥാത് തീർത്ഥം ഗമയിതും അഹമേതത് സമുദ്യതഃ തപസാ യന്മയാ പ്രാപ്തം അമോഘം അശനിപ്രഭം. അർജുനെ വിളിച്ച് സന്തോഷായി. തൻ്റെ ഉത്തമ ശിഷ്യനാണ്. അർജുനെ പോലെ ഇനി ഒരാളും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ആ പറഞ്ഞ കോൺവെർസേഷൻ ഡയലോഗ് കേട്ടുള്ളൂ. അഗസ്ത്യസ്യ ധനുർവേദേ ശിഷ്യോ മമ ഗുരുഃ പുര അഗ്നിവേശ ഇതി ഖ്യാതഃ തസ്യ ശിഷ്യോസ്മി ഭാരത. അഗസ്ത്യ മഹർഷിയുടെ ധനുർവേദത്തിലുള്ള ശിഷ്യനാണ് എൻ്റെ ഗുരു. അദ്ദേഹത്തിൻ്റെ പേര് അഗ്നിവേശൻ എന്നാണ്. അഗ്നിവേശൻ്റെ ശിഷ്യനാണ് ഞാൻ. തീർത്ഥാത് തീർത്ഥം ഗമയിതും അഹമേതത് സമുദ്യതഃ തപസാ യന്മയാ പ്രാപ്തം അമോഘം അശനിപ്രഭം.
ഗുരു ശിഷ്യൻ, ശിഷ്യൻ ശിഷ്യൻ്റെ ശിഷ്യൻ, അങ്ങനെ ഗുരുശിഷ്യ പാരമ്പര്യത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിദ്യയൊക്കെ കയ്യിൽ വന്നിരിക്കുന്നത്. ഇത് അതേപടിക്ക് തുടരണം എന്നൊരഭിപ്രായം എനിക്കുണ്ട്. തപസായന്മയാ പ്രാപ്തം അമോഘമശനിപ്രഭം. ആ ഗുരുശിഷ്യ പാരമ്പര്യം ഈ ബ്രഹ്മശിരോസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് കൊണ്ടുപോകണം. അമോഘം അശനിപ്രഭം, ഇതിൻ്റെ എതിരെ ഒരു പിഴവും ഉണ്ടാവില്ല. അതിന് ഇടിമിന്നൽ പോലെ ശക്തമാണത്. നല്ലൊരു ഇടിമിന്നലിൽ എന്തൊക്കെ സംഭവിക്കാം, അത് കവച്ചു വെച്ച ഒരു സംഭവം ഇതിലുണ്ടാവാം. അസ്ത്രം ബ്രഹ്മശിരോ നാമ യദ്ദഹേത് പൃഥിവീമപി ദദത ഗുരുണാ പ്രോചോക്തം ന മനുഷ്യേഷ്വിദം ത്വയാ ഭാരദ്വാജ വിമോക്തവ്യം അല്പവീര്യേഷ്വവിപ്രഭോ ത്വയാ പ്രാപ്തമിദം വീര ദിവ്യം നാന്യോർഹതിത്വിദം. അസ്ത്രം ബ്രഹ്മശിരോ നാമ യദ്ദഹേത് പൃഥിവീമപി. ബ്രഹ്മശിരോസ്ത്രം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, പൃഥിവീമപി യത് ദഹേത്, ഈ ഭൂമിയെ മുഴുവനും ദഹിപ്പിക്കാൻ ശക്തമാണിത്. ദദതാ ഗുരുണാ പ്രോക്തം, ഇതെനിക്കും തരുന്ന സമയത്ത് ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ന മനുഷ്യേഷ്വിദം ത്വയാ ഭാരദ്വാജ വിമോക്തവ്യം അല്പവീര്യേഷ്വവിപ്രഭോ. മനുഷ്യരിലോ അല്പവീര്യന്മാരായിട്ടുള്ള ഒരൊറ്റ ആളിലും ഈ അസ്ത്രം തൊടുക്കാൻ പാടില്ല. നോക്കൂ, ഒരസ്ത്രം വളരെ ശക്തിമത്തായിട്ടുള്ളതാണ്. അത് കൊടുക്കുന്ന സമയത്ത് എന്തിനാ അത് ഉപയോഗിക്കുക? നല്ല കാര്യത്തിന്. ഇഷ്ടം പോലെ തൻ്റെ കാമത്തിനും ക്രോധത്തിനും വേണം വേണ്ട, ഇഷ്ടം അനിഷ്ടം, അതിനെ ചൊല്ലിയൊരു അസ്ത്രം പ്രയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ശക്തി അപാരമാണ്. അപ്പം അത് പ്രയോഗിക്കാതെ ഇരിക്കണമെങ്കിൽ മനസ്സിന് അത്രത്തോളം ഇരുത്തം വേണം. സ്വാർത്ഥം അതിൻ്റെ പൊട്ടുപോലും ഉണ്ടാവരുത്. ചെയ്യുന്നത് മുഴുവൻ ലോക നന്മയ്ക്ക് വേണ്ടി, ലോകഭദ്രതയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റണം. അങ്ങനെ വിശാലമായ ഒരു മനസ്സ്, സ്വാർത്ഥദോഷം സ്വല്പം ഉണ്ടാവരുത്. മനുഷ്യരുടെ നന്മ മാത്രം മനസ്സിൽ കാണണം. അതിനു വേണ്ടി പ്രയോഗിക്കണമെങ്കിൽ പ്രയോഗിക്കാം. അപ്പം ആ പ്രയോക്താവിന് എത്രത്തോളം മനസ്സിന് അടക്കം ഒതുക്കം വേണമെന്ന് ആലോചിച്ചോളൂ. അതാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അമോഘമശനിപ്രഭം, പിഴവില്ലാത്തതാണിത്. എന്തിനെ തൊടുത്താലും അത് കീഴടക്കും, അതിനെ ദഹിപ്പിക്കും. അശനിപ്രഭമാണ്. യദ്ദഹേത് പൃഥിവീമപി, ഭൂമിയെ മുഴുവനും ചുട്ടു ദഹിപ്പിക്കാൻ പറ്റിയതാണ്. ദദതാ ഗുരുണാ പ്രോക്തം ന മനുഷ്യേഷ്വിദം ത്വയാ ഭാരദ്വാജ വിമോക്തവ്യം അല്പവീര്യേഷ്വവിപ്രഭോ. അത്രയ്ക്ക് വലിയ ബ്രഹ്മശിരോസ്ത്രം ഞാനിതാ തരണു, നിനക്ക് തന്നു. ത്വയാ പ്രാപ്തമിദം വീര്യ ദിവ്യം നാന്യോർഹതിത്വിദം. നിനക്ക് കിട്ടിക്കഴിഞ്ഞു, ഞാൻ തന്നു കഴിഞ്ഞു. ഇതുമാതിരിയുള്ള ഒരു ദിവ്യാസ്ത്രം വേറെ ഒരൊറ്റ ആൾക്കും ഇതിന് അർഹതയില്ല. അപ്പം എൻ്റെ മനസ്സിൽ നിനക്കാണ് ഇതിന് അർഹത എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകം മനസ്സാ ഹൃദയ മുഴുവനും സമ്മതിച്ചു തരുന്നതാണ്. സമയസ്തുത്വയാ രക്ഷ്യോ മുനിസൃഷ്ടോ വിശാംപദേ ആചാര്യ ദക്ഷിണാം ദേഹി ജ്ഞാതി ഗ്രാമസ്യ പശ്യതഃ. ഞാനിത് തന്നു, ഇപ്പം നിൻ്റെ ആയിക്കഴിഞ്ഞു. ഇനി ഇത് പ്രയോഗിക്കാൻ നിനക്ക് എന്നോട് ചോദിക്കേണ്ടി വരില്ല, എനിക്കിത് തിരിച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ ഒരു കാര്യം മാത്രം അർജുന ഓർമ്മ വയ്ക്കണം, സമയസ്തുത്വയാ രക്ഷ്യോ. ഇത് എവിടെ തൊടുക്കണം, എപ്പോൾ തൊടുക്കണം, എവിടെയാണ് തൊടുക്കാൻ പാടില്ലാത്തത്, ആ ഒരു നിശ്ചയം നിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകരുത്. തൊട്ടതിന് 90നും ഉപയോഗിക്കാനുള്ളതല്ല. ഒരാളുടെ നേരെ വെറുപ്പോ വിദ്വേഷമോ വെച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കരുത്. സാധാരണ ഭൂമിയെ മുഴുവനും ചുട്ടുപിടിക്കുന്നതാണ്. ഗത്യന്തരമില്ലാതെ വരുമ്പോൾ തൻ്റെ ശത്രു എങ്ങനെയായാലും ശത്രു തൻ്റെ ശത്രു എന്നതിന് പുറമെ ലോകത്തിന് ശത്രുവാണ് എന്നൊരു ബോധ്യം മനസ്സിലുണ്ടാവണം. ഇവിടെ ദുര്യോധനുമായി നടക്കാൻ പോകുന്ന യുദ്ധം സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധം. സഹോദരന്മാർ തമ്മിൽ സാധാരണ യുദ്ധം ചെയ്യില്ല. അതുകൊണ്ടാണ് യുദ്ധം കൂടാതെ കഴിക്കാൻ യുധിഷ്ഠിരനും കൃഷ്ണനും അടക്കം എത്ര തവണയാ പരിശ്രമിച്ചത്. അവസാനം പോലും എനിക്ക് കൂട്ടച്ചൊരിച്ചൽ, രക്തച്ചൊരിച്ചൽ ഇഷ്ടമില്ല എന്നല്ലേ ഉലൂകൻ്റെ അടുത്ത് പറഞ്ഞയച്ചത് യുധിഷ്ഠിരൻ. അവസാന നിമിഷം വരെ വേണ്ടാന്ന് വെക്കണം എന്നാണ് വിചാരം. നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അവർ പുറപ്പെട്ടത്. അപ്പോൾ ഈ ബ്രഹ്മശിരോസ്ത്രം ഞാൻ തന്നു, നീ വാങ്ങി, നിനക്ക് കിട്ടി എന്നുണ്ടെങ്കിലും സമയസ്തുത്വയാ രക്ഷ്യോ മുനിസൃഷ്ടോ വിശാംബദേ.
മഹർഷിമാർ നിശ്ചയിച്ചിട്ടുള്ള ആ നിശ്ചയം നീ എപ്പോഴും ഓർമ്മ വയ്ക്കണം. എന്നിട്ട് പറയാണ് ആചാര്യ ദക്ഷിണാം ദേഹി ജ്ഞാതിഗ്രാമസ്യ പശ്യതഃ. ദാ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ എനിക്കിപ്പോൾ നീ ആചാര്യ ദക്ഷിണ നൽകണം. ഞാനൊരു ബ്രഹ്മശിരോസ്ത്രം നിനക്ക് സമ്മാനിച്ചിട്ടുണ്ടല്ലോ, ആ സമ്മാനിച്ചത് കിട്ടി, അതിൻ്റെ കൃതജ്ഞത, അതിനുള്ള നന്ദി, അതിനുള്ള കടപ്പാട് രേഖപ്പെടുത്താൻ വേണ്ടി നീ എനിക്ക് ആചാര്യന് ദക്ഷിണ തരണം എന്ന് പറഞ്ഞു അത്രേ. ആര്? ദ്രോണൻ അർജുനനോട്. ദദാനീതി പ്രതിജ്ഞാതേ ഫാൽഗുനേന അബ്രവീത് ഗുരുഃ യുദ്ധേഹം പ്രതിയോദ്ധവ്യോ യുധ്യമാനസ്ത്വയാനഘ. ദദാനീതി പ്രതിജ്ഞാതേ ഫാൽഗുനേന അബ്രവീത് ഗുരുഃ യുദ്ധേഹം പ്രതിയോദ്ധവ്യോ യുധ്യമാനസ്ത്വയാനഘ. ശരി, അങ്ങ് പറഞ്ഞ ദക്ഷിണ ഞാൻ തരാം എന്നിങ്ങനെ അർജുനൻ തിരിച്ചു പറഞ്ഞപ്പോൾ പറയാണ് യുദ്ധേഹം പ്രതിയോദ്ധവ്യോ യുധ്യമാനസ്ത്വയാനഘ. ഞാൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് നീ എനിക്ക് പ്രതിയുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ദുര്യോധന പക്ഷത്തിൽ നിന്ന് സൈന്യത്തലവനായും അല്ലാതെയും യുദ്ധം ചെയ്യുന്ന സമയത്ത് സ്വല്പമെങ്കിലും നിന്റെ മനസ്സിലൊരു വിചാരം വരരുത്, ദ്രോണൻ എൻ്റെ ഗുരുവാണല്ലോ, അദ്ദേഹത്തിൻ്റെ മേലെ എങ്ങനെ അസ്ത്രം പ്രയോഗിക്കും എന്നൊരു തോന്നലുണ്ടാവരുത്. ഞാൻ യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ മുൻപിൽ നീ വന്നു നിന്ന് പ്രതിയുദ്ധം ചെയ്യണം. ഏകലവ്യൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ? തള്ളവിരൽ. അതില്ലാതെയും അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു. അതുമാത്രമല്ല, ഏകലവ്യനെ പോലെ ഗുരുഭക്തിയുള്ള ഒരാൾക്ക് ആ ഗുരുഭക്തി മാത്രം മതി ആത്മസാഫല്യം, ആത്മാഹ്ലാദം, ആത്മതൃപ്തി അതങ്ങോട്ട് നിറയാൻ. ഭക്തി കൊണ്ടുണ്ടാവുന്നത് എന്താ? ഭക്തി കൊണ്ടുണ്ടാവുന്നത് ഭഗവത് സാക്ഷാത്കാരം, മുക്തിയാണ് ഉണ്ടാവുക. ഭക്തിക്കുള്ള സമ്മാനം യുദ്ധജയമല്ല, ഖ്യാതിയല്ല, നേരെ മറിച്ച് ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിക്കലാണ് ഭക്തിയുടെ പരിസമാപ്തി. ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരഭക്തിയെ കവച്ചു വയ്ക്കുന്ന ഭക്തിയാ. ആ തള്ളവിരൽ കൊടുക്കാൻ സാധിച്ചതിലാണ് ഏകലവ്യൻ്റെ സാഫല്യം. അതിന് താഴെയുള്ളൂ പിന്നെയുള്ളതൊക്കെ. ഒരു പക്ഷേ ആ തള്ളവിരൽ കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഏകലവ്യൻ പരമദുഷ്ടനായി തീർന്നേനെ, വലിയ കടുങ്കൈ ചെയ്യുമായിരുന്നു. ഹസ്തിനപുരത്തിന് നേരെ തിരിഞ്ഞ് ദുര്യോധനന്റെ കൂട്ടുപിടിച്ച് മഹാഭാരത യുദ്ധത്തിൻ്റെ ഗതി തന്നെ ഒരു പക്ഷേ മാറ്റിയിട്ടുണ്ടാവും. അത് കൂടാതെ കഴിച്ചു. എന്തു വന്നു? യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ഇനി ഇവിടുന്ന് അങ്ങട് ഏകലവ്യന് ആത്മരതി, ആത്മതൃപ്തി, ആത്മതുഷ്ടി അതൊക്കെയാണ് ഉണ്ടാവുക. ഇനി ഒരു നായയുടെ നേരെ ആക്രമിക്കേണ്ട, ഒരു ശത്രുവിൻ്റെ നേരെ ആക്രമിക്കേണ്ട, അസ്ത്രശസ്ത്രം കൊണ്ടല്ല ഇനിയുള്ള പ്രയോഗം. നേരെ മറിച്ച് ശ്രീരാമൻ പറഞ്ഞ മാതിരി മനസ്സിൽ പല തിരമാലകളും വന്നിങ്ങനെ കയറുന്നുണ്ടല്ലോ, ആ യുദ്ധഭൂമിയിൽ ജയം നേടിയവനാണ് ജയം, അവനാണ് ജയി വിജയി എന്ന് പറഞ്ഞ പോലെ ഏകലവ്യനിപ്പോൾ മോക്ഷം കിട്ടാനുള്ളത് സർവ്വതും ആയിക്കഴിഞ്ഞു. ദദാനീതി പ്രതിജ്ഞാതേ ഫാൽഗുനേനാബ്രവീത് ഗുരുഃ യുദ്ധേഹം പ്രതിയോദ്ധവ്യോ യുധ്യമാനസ്ത്വയാനഘ. എന്നോട് പൊരിഞ്ഞ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അത്രയും നിർത്തിയത്. ഇപ്പോൾ ഏകലവ്യനോട് തള്ളവിരൽ ചോദിച്ച ഗുരു അർജുനനോട് ശിഷ്യനോട് പറയാണ്, എന്നോട് പടപൊരുതി എന്നെ തോൽപ്പിച്ച് ശത്രുക്കളെ ജയിക്കണം. ആ ധർമ്മക്ഷേത്ര കുരുക്ഷേത്രത്തിൽ സംഭവങ്ങൾ നടക്കാൻ പോവാണല്ലോ, കുറേയൊക്കെ നടന്നു കഴിഞ്ഞു. നടന്നത് ധർമ്മയുദ്ധം തന്നെ എന്ന് നല്ല പോലെ മനസ്സിലാക്കുക. എന്താ അത്? അവിടെ ആദ്യം വന്നെത്തിയത് കൗരവസേനയാണ്, അതിനുശേഷമാണ് പാണ്ഡവസേന വന്നത്. കൃഷ്ണന് വളരെ ഒരു നിർബന്ധമുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ തുടക്കം, യുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കം ആദ്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന്. യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും നമ്മൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ സമാധാന ദൂതനായി ചെന്ന് കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അത് ഒരാൾ നമ്മളെ എതിർക്കുമ്പോൾ നമുക്ക് പ്രതിഎതിർപ്പ് ആകാം, പക്ഷെ എതിർക്കാൻ പോകരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പറയണു, തതഃ പ്രഭാതേ വിമലേ ധാർത്തരാഷ്ട്രേണ ചോദിതാഃ ദുര്യോധനേന രാജാനഃ പ്രയയുഃ പാണ്ഡവാൻ പ്രതി.